ഗബ്രി ആൻഡ് ജാസ്മിൻ. ഇപ്പോൾ ഗബ്രിക്ക് ജാസ്മിനെ അറിയത്തേ ഇല്ല. അങ്ങനെയൊക്കെ വഴിയില്ല. ജാസ്മിൻ എന്ന വ്യക്തിയെ ഈ ലോകത്ത് എവിടെയും വെച്ച് ഗബ്രി കണ്ടിട്ടില്ലാത്ത പോലെയാണ് പല ഇന്റർവ്യൂകളിലും ഇരുന്ന് ഘോരം വാദിക്കുന്നത്. പൊന്നപ്പനെ ഇട്ടിട്ട് പോയി. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. ഇതിൽ ഞാൻ മാത്രം ബാച്ചിലറുള്ളൂട്ടോ. എന്റെ കല്യാണം കഴിഞ്ഞു. അവനൊരു രോഗിയാ. എന്ത് രോഗി? ഒരു ഞരമ്പ് രോഗിയാ. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ജീവിക്കണം? ലിവിംഗ് ടുഗദർ അല്ലേ? കള്ളം പറഞ്ഞാൽ കണ്ണടിച്ചാൻ പൊളിക്കുന്നുണ്ട്. എന്നെ തേച്ചതാണല്ലേ? ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നറിയില്ല. പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഞാൻ സിംഗിൾ ആണ്. He is single and bachelor and still looking for girls. You cheat! You bloody cheat! സ്റ്റിൽ ലുക്കിംഗ് ഫോർ ഗേൾസ് എന്ന് ഷൈൻ പോലും എടുത്ത് ചോദിക്കുകയാണ്. കാരണം പഴയതൊന്നും എല്ലാവരും മറക്കുമെന്ന് ഗബ്രിമോൻ വിചാരിക്കരുത്. ഒരു മുത്തം തരാൻ പാടില്ല എന്നൊന്നും എന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരാളെ പരിചയപ്പെടാൻ പറ്റുന്നതും അയാൾ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാവുന്നതും നമ്മുടെ കൂടെ കൈപിടിച്ച് നിൽക്കുന്നതും ഐ എം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഫോർ ജാസ്മിൻ ഇൻ മൈ ലൈഫ്. ഇവളെയും കൊതിപ്പിച്ച് കടന്നു കളഞ്ഞാലാ. ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട് ജാസ്മിന്റെ അടുത്ത്, ഈ ലോകം മുഴുവൻ നിന്റെ എതിരെ നിന്ന് കഴിഞ്ഞാലും നിന്റെ കൈപിടിച്ച് ഞാൻ നിന്റെ ഒപ്പം നിൽക്കുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എന്റെ വാക്ക് എനിക്കൊരു വാക്കേ ഉള്ളൂ. എന്തൊക്കെ ബഹളമായിരുന്നു. ഗബ്രി പല ആൾക്കാരെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുന്നത് പോലെ ഇപ്പോൾ ജാസ്മിനെയും എടുത്തു കളയാനായിട്ട് ശ്രമിക്കുകയാണ്. അവനെ കൈവിട മാട്ടെ. പക്ഷെ ഉന്നെ മട്ടും കാതലിച്ച മറ്റു സുന്ദരിമാരെന്നോട് പിണങ്ങൂല്ലേ? പണ്ടുണ്ടായിരുന്ന ഒരുമിച്ചുള്ള വ്ലോഗുകളോ പണ്ടുണ്ടായിരുന്ന ഒരുമിച്ചുള്ള സെൽഫികളോ സ്റ്റോറികളോ ഒന്നും നമുക്കിപ്പോ കാണാനായിട്ട് സാധിക്കുന്നില്ല. കാര്യങ്ങൾ ഗിഫ്റ്റുകളായിട്ടോ അല്ലെങ്കിൽ സൗഹൃദം, ഫെയിം, അല്ലെങ്കിൽ സ്വന്തം യൂട്യൂബ് ചാനലിനൊരു റീച്ച്, ഇതെല്ലാം ഗബ്രി ജാസ്മിനെ വെച്ച് ഉണ്ടാക്കിയെടുത്തു. ഇനി ജാസ്മിന്റെ ആവശ്യമില്ല. ഇനി നിനക്കത് വേണടേ. മൂഞ്ചല്ലേ